സ്ത്രീകൾക്ക് പുരുഷന്റെ പകുതിയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു വകുപ്പ് നമുക്ക് കാണാം. അത് ഈ അനന്തര സ്വത്തിൻ്റെ അവിടെ മാത്രമല്ല അതുകൊണ്ടാണ് ഞാൻ കുടുംബജീവിതത്തിൻ്റെ ഫസ്റ്റ് പ്രൈമറി ഘട്ടം മുതലേ വിശകലനം ചെയ്യണമെന്ന് പറയുന്നത്. ഇനി അവിടെ ഒരു തെറ്റിദ്ധാരണ കൂടി നമുക്ക് നീക്കാം. മൊത്തം നമ്മൾ ഇസ്ലാമിൽ സ്ത്രീയും പുരുഷനും അനന്തര സ്വത്ത് എടുക്കുന്ന പരസ്പരം രണ്ടറ്റങ്ങളിൽ വരുന്ന കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ 34 കോണ്ടക്സ്റ്റുകളുണ്ട്. ഒരു കോണ്ടക്സ്റ്റ് മാത്രമല്ല. കാരണം സഹോദരൻ, അതേപോലെ ഭാര്യ ഭർത്താവ്, മാതാവ് പിതാവ്, പിതാമഹൻ പിതാമഹി, ഇത് മുഴുവനും നമ്മൾ പരിശോധനയിൽ 34 കോണ്ടക്സ്റ്റിൽ ചിലപ്പോൾ ഏതെങ്കിലും അക്കങ്ങൾ ചെറിയ മാറ്റം ഉണ്ടായേക്കാം. 34 കോണ്ടക്സ്റ്റിൽ 5 കോണ്ടക്സ്റ്റിലാണ് സ്ത്രീക്ക് പുരുഷൻ്റെ പകുതി കിട്ടുന്നത്. 11 കോണ്ടക്സ്റ്റിൽ തുല്യമാണ്. 14 കോണ്ടക്സ്റ്റിൽ പുരുഷന് കുറവും സ്ത്രീക്ക് കൂടുതലുമാണ്. ബാക്കി കോണ്ടക്സ്റ്റുകളിൽ പുരുഷന് കിട്ടുന്നില്ല, സ്ത്രീക്കേ കിട്ടുന്നുള്ളൂ. ഇത് വീഡിയോയിൽ വരുമല്ലോ തീർച്ചയായും. അപ്പോൾ ഞാനിത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പറയുന്നത്. ഇത്തരം മൊത്തം കോണ്ടക്സ്റ്റുകൾ പരിശോധിച്ചാൽ ലിദ്ദക്കരി മിസ്ലു ഹദ്ദിൽ ഉൻസയൈൻ എന്നാണ് ഖുർആന്റെ ഒരു വചനം. പുരുഷന് രണ്ട് സ്ത്രീയുടെ തോത് ഒരു പുരുഷനുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഒരു ബേസിക് ലോ ആണത്. അടിസ്ഥാനപരമായ നിയമം അതാണ്. പക്ഷെ അതിനെ നമ്മൾ അതിൻ്റെ ഉപവകുപ്പുകളിലേക്ക് ചേർത്ത് മനസ്സിലാക്കുമ്പോൾ സഹോദരനും സഹോദരിയും മാത്രമാകുമ്പോൾ അങ്ങനെയാണ്, മകനും മകളും മാത്രമാകുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. അതേസമയം മറ്റു ആളുകളും കൂടി ചേർന്ന്